Hello all, in this video we are going to learn inflation accounting. In the existing accounting practices, financial statements are prepared on historical cost, which is based on the assumption that the purchasing power of money remains the same. Moneyയുടെ purchasing power സെയിം ആയിട്ട് തുടരും എന്ന ഒരു അസംഷനിലാണ് നമ്മൾ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് പ്രാക്ടീസസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ആക്ച്വലി ദിസ് അസംഷൻ ഇസ് നോട്ട് വാലിഡ് ബിക്കോസ് the purchasing power of money goes on changing from time to time on the basis of changes in price level. Okay, so what is purchasing power? എന്താണ് purchasing power? പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഒരു കറൻസി, ഒരു മോണിറ്ററി യൂണിറ്റ് കൊണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് that can be bought by us, that is the purchasing power of that particular currency or particular monetary unit. അതാണ് പർച്ചേസിംഗ് പവർ. സോ പർച്ചേസിംഗ് പവർ ഓഫ് മണി റിമെയിൻസ് ദ സെയിം എന്ന അസംഷനിലാണ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിംഗ് പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അത് വാലിഡ് ആയിട്ടുള്ള ഒരു അസംഷൻ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഈ പർച്ചേസിംഗ് പവർ ഒരു പെർട്ടിക്കുലർ കൺസ്യൂമറിന് പർച്ചേസിംഗ് പവർ ലോസ് സംഭവിക്കാം. പർച്ചേസിംഗ് പവർ ലോസ്, എ കൺസ്യൂമർ ക്യാൻ ഫീൽ എ പർച്ചേസിംഗ് പവർ ലോസ് if the price increases, of the price of a particular commodity or price of a particular service increases. Okay, and purchasing power gain happens when the price of that commodity or price of a particular service decreases, and the causes of this purchasing power gain include deflation or technological innovation, etc. So there are different ways. The first one is general price level changes, and general price level changes means inflation or deflation. Inflation അക്കൗണ്ടിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈസ്, അതായത് പ്രൈസസ്, അതായത് കമോഡിറ്റിയുടെ പ്രൈസസും സർവീസസിൻ്റെ ചാർജ് ചെയ്യുന്ന ചാർജസും എല്ലാം കൂടുതലായിരിക്കും. നമ്മളൊരു പെർട്ടിക്കുലർ മോണിറ്ററി യൂണിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് പെർട്ടിക്കുലർ ഗുഡ് ആൻഡ് സർവീസ് ഈസ് വെരി ലെസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും ഇൻഫ്ലേഷൻ. ഡിഫ്ലേഷൻ ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. Then specific price changes are a particular specific product in the price changes. It happens to increase or it happens to decrease. That is specific price changes. Then relative price changes means there are certain dependent products like petrol and car. ഈ പെട്രോളിന്റെ വില മാറുന്ന അനുസരിച്ച് കാറിന്റെ വില മാറിക്കൊണ്ടിരിക്കും അല്ലേ, അതൊരു റിലേറ്റീവ് പ്രൈസ് ചേഞ്ചസ് ആണ്. അങ്ങനെ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ 3 ways. Then what is inflation? നമ്മൾ ശരിക്കും ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസിൽ ഇൻഫ്ലേഷനും ആവാം, ഡിഫ്ലേഷനും ആവാം. പക്ഷെ നമ്മൾ ഈ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. കാരണം മിക്കവാറും ഈ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ട്രെൻഡാണ് അല്ലേ, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫ്ലേഷൻ ആണ് കൂടുതൽ ആപ്റ്റ്, അതാണ് ശരിക്കും നമ്മൾ അക്കൗണ്ട് ചെയ്ത് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ. സോ what is inflation? It is an increase in the general price level of goods and services. General price level increase ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഒരു പെർട്ടിക്കുലർ മോണിറ്ററി യൂണിറ്റ് കൊണ്ട് എത്രത്തോളം വാങ്ങിക്കാമായിരുന്നോ അത്രയും ഒരു ക്വാണ്ടിറ്റി ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് പറയും? ശരിക്കും ഇൻഫ്ലേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. Inflation accounting is also known as accounting for changing prices or price level accounting. It is a system of accounting which regularly records all the items in financial statements at their current value. Current value എല്ലാ ഐറ്റംസും കറണ്ട് വാല്യൂവിൽ റെക്കോർഡ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ്. ശരിക്കും ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ഇസ് നോട്ട് എ ഫെയർ വാല്യൂ അക്കൗണ്ടിംഗ്. ഫെയർ വാല്യൂ അക്കൗണ്ടിംഗ് അല്ല ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓരോ വാല്യൂസും നമ്മൾ കറണ്ട് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ് അക്കൗണ്ടിംഗ് ഫോർ ചേഞ്ചിങ് പ്രൈസസ് ഓർ പ്രൈസ് ലെവൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. Okay, then what are the main objectives of inflation accounting? The first one is to improve the quality of information. ആക്ച്വലി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനവും അവിടെ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു
ഘടകമാണ് അല്ലേ. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ് അടുത്ത ഡിസിഷൻ എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ furnishes in financial statements, particularly for decision making. And the second one is to give effect to the changes in purchasing power caused by inflation. നമുക്ക് ഈ purchasing powerൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടല്ലോ. It keeps on changing. ആ ചേഞ്ചസിന്റെ ഇഫക്റ്റ് എക്സാക്ട് പിക്ചർ കൊടുക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടിയുണ്ട് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ. അതേപോലെ ഇന്റർ പീരീഡ് കമ്പാരിസൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇന്റർ പീരീഡ് കമ്പാരിസണിൽ ഏറ്റവും ആപ്റ്റായ രീതിയിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറന്റ് സിനാരിയോ ഓഫ് എ കമ്പനി എന്താണെന്ന് റിവീൽ ചെയ്യാൻ, ഡിസ്ക്ലോസ് ചെയ്യാനും ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. It is also known as accounting for changing prices or price level accounting. Then, what are the different approaches to this inflation accounting? Okay, there are 4 approaches. The first one is CPPA, that is current purchasing power accounting. Second one is current cost accounting. Third, SGPLA, that is specific and general price level accounting. It is a combination of the CPPA and CCA. Then periodic revaluation of fixed assets along with adoption of LIFO method of inventory. These are the 4 approaches, and the first 2 approaches, that is the main important approaches that we have to be learned in this video, in this chapter. Okay, so the first one is current purchasing power accounting, CPPA. നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് മെത്തേഡിലാണോ കറന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡിലാണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഏത് മെത്തേഡാണോ അതനുസരിച്ചാണ്. ഈ ഒരു മെത്തേഡ്സും ഒട്ടും പ്രയാസമുള്ളതല്ല. ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ബേസിസിൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കറന്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്ത് എന്താണ് അവിടുത്തെ റിയൽ പിക്ചർ, എന്താണ് റിയൽ ആയിട്ടുള്ള പ്രോഫിറ്റ്, അതോ അവിടെ ലോസ് ആണോ എന്നുള്ള ഒരു പ്രസന്റേഷൻ മാത്രമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് 1900 തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഓരോ വാല്യൂസും ഇൻഫ്ലേഷന്റെ ഇഫക്റ്റ് എന്താണെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 1900 തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിലേക്ക് പല കൺട്രീസും എത്തിയിട്ടില്ല. കറന്റ് വാല്യൂവിൽ തന്നെ എല്ലാം എന്താണ് ബാലൻസ് ഷീറ്റും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് ഓർ CPPA. Okay, in CPPA method, historical cost accounting data are adjusted on the basis of any established and approved general price index. നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ബേസിസിൽ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലും ഒക്കെ ഉള്ള ഓരോ ഫിഗേഴ്സും ഒരു കറന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കറന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഇൻഡെക്സേഷൻ പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു ഇൻഡെക്സേഷൻ വേണം. ഇൻഡെക്സേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ഒരു ഫെയർ വാല്യൂ അക്കൗണ്ടിംഗ് അല്ല. ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് അനുസരിച്ച് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വാല്യൂസ് നമ്മൾ കറന്റ് വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യുന്ന രീതിയാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഓരോ വാല്യൂവിനെയും ഇൻഡെക്സ് ചെയ്ത് കറന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്, RBI പബ്ലിഷ് ചെയ്യുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഓരോ വാല്യൂസും കറന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. കൺവേർഷൻ ഫാക്ടർ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഇൻഡെക്സ് കൺവേർട്ടിംഗ് ടു ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് കൺവേർട്ടിംഗ് ഫ്രം. ഫോർ എക്സാമ്പിൾ, a company purchased a machinery of rupees 50,000 in 2015. So company a machinery balance sheet asset ആയിട്ട് കാണിക്കും 50,000. 2020ലാണ്. ഇപ്പം നമ്മൾ 2020 നിൽക്കുമ്പോൾ ഈ 2020 ആ മെഷീനറിയുടെ കറന്റ് വാല്യൂ നമുക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 50,000 into നമുക്ക് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? 2020ലാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇൻറ്റു 2020 ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ 2015 ഇൻഡെക്സ്. 15 ഇത് പർച്ചേസ് ചെയ്തത്. സോ 15 ഇൻഡെക്സ്, ദാറ്റ് ഈസ് ഇൻഡെക്സ് കൺവേർട്ടിംഗ് ടു ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് കൺവേർട്ടിംഗ് ഫ്രം. ഏത് ഇൻഡെക്സ് എന്നാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? അത് ഡിനോമിനേറ്റർ ആയിട്ടും
ഏത് ഇൻഡെക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് ഓരോ വാല്യൂസിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. കൂടാതെ ഈ CPPA മെത്തേഡിൽ മോണിറ്ററി ഐറ്റംസിൻ്റെ ഇഫക്റ്റ്, അതായത് അതിൻ്റെ ഇഫക്റ്റ് കൂടി നമ്മൾ അസർട്ടൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദി ഇഫക്റ്റ് ഓഫ് ലോസ് ഓർ പ്രോഫിറ്റ് ഓൺ മോണിറ്ററി അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഈസ് ഓൾസോ അസർട്ടൈൻഡ് ഇൻ CPPA. സോ എന്താണ് മോണിറ്ററി ഐറ്റംസ് എന്ന് നോക്കാം. വാട്ട് ആർ മോണിറ്ററി ഐറ്റംസ്? Monetary items are those whose amounts are fixed by a contract. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന വർഷം ഞാൻ ഇത്ര രൂപ തന്നോളാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് ഓൾറെഡി കോൺട്രാക്റ്റിൽ നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം മോണിറ്ററി ഐറ്റംസ് ആണ്. ഇവിടെ നമുക്കൊരു ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് അനുസരിച്ച് ആ എമൗണ്ടിൽ ഒരു മാറ്റവും വരില്ല. ഫോർ എക്സാമ്പിൾ ഡെറ്റേഴ്സ്, ഒരു 10,000 റുപ്പീസ് ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ 10,000ന്റെ കറണ്ട് വാല്യൂ കൺവേർട്ട് ചെയ്ത്, സപ്പോസ് ഇപ്പോൾ 10,000ന്റെ കറണ്ട് വാല്യൂ 12,000 ആണെങ്കിൽ 12,000 നമുക്ക് കിട്ടില്ല, കാരണം കോൺട്രാക്ട് അനുസരിച്ച് 10,000 തരാം എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ 12,000 നമുക്ക് കിട്ടില്ല, 10,000 തന്നെ കിട്ടുള്ളൂ. ഇൻ കേസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും നമ്മളൊരു 50,000 റുപ്പീസ് കൊടുക്കാനുണ്ട്, ഓക്കെ, ലയബിലിറ്റി ഉണ്ട്. ഈ 50,000 റുപ്പീസ് ആ പെർട്ടിക്കുലർ ഡേറ്റ് ആകുമ്പോൾ 50,000 റുപ്പീസ് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ആ പെർട്ടിക്കുലർ ഡേറ്റിൽ അതിൻ്റെ കറണ്ട് വാല്യൂ 45,000 റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കൊടുക്കുന്നില്ല. എത്രയാണോ കൊടുക്കാനുള്ളത് അത്രയും തന്നെ കൊടുക്കണം. സോ മോണിറ്ററി ഐറ്റംസ് ആർ ദോസ് ഹൂസ് അമൗണ്ട്സ് ആർ ഫിക്സ്ഡ് ബൈ എ കോൺട്രാക്ട് or otherwise regardless of changes in the general price level. Examples of monetary items are debtors, creditors, cash, bank balance, redeemable preference share capital, loans, etc. Then monetary items അല്ലാത്തതെല്ലാം നോൺ മോണിറ്ററി ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഇൻവെന്ററി, മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇതെല്ലാം നമ്മൾ ഇൻഡെക്സ് ചെയ്ത് കറണ്ട് വാല്യൂ കൺവേർട്ട് ചെയ്യണം. സോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് CPPA മെത്തേഡിൽ. ഒന്ന്, എല്ലാ നോൺ മോണിറ്ററി ഐറ്റംസിനെയും നമ്മൾ കറണ്ട് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മോണിറ്ററി ഐറ്റംസ് ആയിട്ടുള്ള മോണിറ്ററി അസറ്റ്സോ മോണിറ്ററി ലയബിലിറ്റീസോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ലെവലിൽ അത് പ്രോഫിറ്റോ ലോസോ ആയിട്ട് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്ന് കൂടി ഒരു സ്റ്റഡിയാണ് അസർട്ടൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് ശരിക്കും CPPA മെത്തേഡ് എന്ന് പറയുന്നത്. സോ മോണിറ്ററി ഐറ്റംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു ടു: മോണിറ്ററി അസറ്റ്സ് ആൻഡ് മോണിറ്ററി ലയബിലിറ്റീസ്. So monetary assets, for example debt, monetary asset. Here the purchasing power loss happens if there is an increase in general price index. For example debtors നമുക്ക് 10,000 rupees ആണ് നമുക്ക് കിട്ടാനുള്ളത്. നമ്മൾ അതിനെ ജനറൽ പ്രൈസ് ഇൻഡെക്സ് വെച്ച് ഇൻഡെക്സ് ചെയ്തപ്പോൾ 12,000 rupees ആയി. 12,000 rupees നമുക്ക് കിട്ടില്ലല്ലോ, നമുക്ക് 10,000 അല്ലേ കിട്ടുള്ളൂ. സോ 2,000 rupees എന്താണ്? ലോസ് ആണ്. സോ മോണിറ്ററി അസറ്റിന്റെ പർച്ചേസിംഗ് പവർ ലോസ് എപ്പോൾ സംഭവിക്കും? ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ഇൻഡെക്സ്. ദ റിവേഴ്സ് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ജനറൽ പ്രൈസ് ഇൻഡെക്സ്. ഫോർ എക്സാമ്പിൾ 10,000 rupees നമുക്ക് കിട്ടാനുണ്ട്, പക്ഷെ ഇൻഡെക്സ് ചെയ്തപ്പോൾ 7,000 ആണ്. പക്ഷേ നമുക്ക് എത്ര തന്നെ കിട്ടും? 10,000 തന്നെ കിട്ടും, കാരണം കോൺട്രാക്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സസ് ആയി നമുക്ക് കിട്ടുന്ന ഒരു 3,000, അതായത് കറണ്ട് വാല്യൂ ഇപ്പോൾ 7,000 ഉള്ളൂ, പക്ഷേ കോൺട്രാക്ട് അനുസരിച്ചുള്ള 10,000 നമുക്ക് കിട്ടും. സോ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കുറയുമ്പോൾ പർച്ചേസിംഗ് പവർ ഗെയിനും, ജനറൽ പ്രൈസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ ലോസുമായിരിക്കും മോണിറ്ററി അസറ്റ്സിൽ ഉണ്ടാവുന്നത്. Okay, in case of monetary liability, for example loans, then creditors, അങ്ങനെയുള്ളതൊക്കെയാണ് monetary liabilities. ഈ monetary liabilityയുടെ amount ഈ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടുമ്പോൾ, ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു 50,000 rupees ആണ് നമുക്കൊരു ക്രെഡിറ്റേഴ്സ് ഉള്ളതെങ്കിൽ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 55,000 ആയി. പക്ഷെ നമ്മൾ 50,000 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ എക്സ്ട്രാ വരുന്ന 5,000 നമ്മൾ കൊടുക്കണ്ടല്ലോ, നമുക്കത് ഗെയിൻ അല്ലേ. സോ ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ഇൻഡെക്സ്, the purchasing power gain happens in monetary liability. Reverse happens if there is a decrease in general price index. General price index കുറയുമ്പോൾ 50,000 rupees നമ്മൾ കറണ്ട് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു 47,000 ആവാം. 47,000 അല്ലല്ലോ നമ്മൾ കൊടുക്കേണ്ടത്, 50,000 നമ്മൾ അതിന് കൊടുക്കണം. സോ ലോസ്. സോ ജനറൽ പ്രൈസ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ ലോസും, ജനറൽ പ്രൈസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്താൽ പർച്ചേസിംഗ് പവർ ഗെയിൻ
which will be happen in monetary liability. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരു മോണിറ്ററി അസറ്റ് ആണെങ്കിൽ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടിയാൽ ലോസും ജനറൽ പ്രൈസ് ഇൻഡെക്സ് കുറഞ്ഞാൽ ഗെയിനുമാണ്. Okay, in case of monetary liability, general price index increase ചെയ്താൽ ഗെയിനും അത് ഡിക്രീസ് ചെയ്താൽ ലോസുമാണ് സംഭവിക്കുന്നത്. ഈ ഗെയിൻ ആൻഡ് ലോസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സാക്ട് പിക്ചർ കാണിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് അണ്ടർ കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് CPPA മെത്തേഡ്. ഓക്കെ, നേരെ ഇല്ലസ്ട്രേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഇല്ലസ്ട്രേഷൻസ് ആണ്. A firm had 2 lakh as cash at bank on 1st April 2019. 1st April 2019 cash balance 2 lakh ആണ്. The consumer price index on that date 2019 ഏപ്രിലിലെ consumer price index എത്രയാണ്? 200. During the year ended 31st March 2019, the receipts and payments were stated as follows. Receipts June 1st January 15th പറയുന്നുണ്ട്. ആ പെർട്ടിക്കുലർ ഡേറ്റിലെ ഇൻഡെക്സും തന്നിട്ടുണ്ട്. അതേപോലെ പേയ്മെന്റ്സ് സെപ്റ്റംബർ, നവംബർ, ഡിസംബർ അതാത് പീരീഡിലെ പേയ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതാത് മന്ത്സിലെ ഇൻഡെക്സും നമുക്ക് തന്നിട്ടുണ്ട്. Okay, ascertain the profit or loss on account of price changes. On account of price changes, what will be the profit or loss? Okay, that is what we have to calculate. Then the year end index. നമുക്ക് ഒരു ഇൻഡെക്സിലേക്ക് നമുക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം. കറന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു പെർട്ടിക്കുലർ ഇയർ വേണം. ആ പെർട്ടിക്കുലർ എൻഡ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് 240. ഓരോ വാല്യൂനെ നമ്മൾ 240 കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇപ്പൊ ജൂണിലെ സെയിൽസ് ആയ 1,05,000 നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1,05,000 into 240 divided by 210. 240 കൺവേർട്ട് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ വിച്ച് the index converting from, that is divided by 210. Then നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചല്ലോ. Then sales, അടുത്ത സെയിൽസ് 3,45,000. അന്നത്തെ ഇൻഡെക്സ് ജനുവരിയിലെ ഇൻഡെക്സ് 230 ആണ്. സോ അതിന് ഇൻഡെക്സ് ചെയ്യുമ്പോൾ 3,45,000 into 240 by 230. അങ്ങനെ ഓരോ വാല്യൂ നമ്മൾ ഇൻഡെക്സ് ചെയ്ത് അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെന്റ് ആണ്. നമ്മൾ അറിയണം എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അത് പഠിക്കാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ നേരെ സൊല്യൂഷനിലേക്ക് പോകും. കണ്ടോ, 3 എമൗണ്ട് കോളംസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഒരു ഫെയർ വാല്യൂ അക്കൗണ്ടിങ് അല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ച് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് പാറ്റേൺ അനുസരിച്ചിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ കറന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ 3 കോളംസ് ആണ് പ്രധാനമായിട്ടും എമൗണ്ട് കോളംസ് ആണുള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് അനുസരിച്ചിട്ടുള്ള വാല്യൂസ്, അഡ്ജസ്റ്റ്മെന്റ് ഇൻഡെക്സേഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ദെൻ കറന്റ് വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്, കറന്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എമൗണ്ട് കോളം കൂടിയുണ്ട്. ഇനിയും ഒരു എമൗണ്ട് കോളം കൂടി ആഡ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4th എമൗണ്ട് കോളം കൂടി ആഡ് ചെയ്യണം ഇതിലെന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൂ കേട്ടോ. ദെൻ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഫേം ഹാഡ് 2 lakh ആസ് ക്യാഷ് അറ്റ് ബാങ്ക്. 1st April 2019 ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. സോ ഓപ്പണിംഗ് ബാലൻസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അനുസരിച്ച് 2 lakh ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ഓപ്പണിംഗ് ബാലൻസിന്റെ ആ ടൈം പീരീഡിൽ ഇൻഡെക്സ് 200 ആണ്. അപ്പൊ നമുക്ക് 240 എല്ലാം കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 2 lakh into 240 by 200, 2,40,000. സോ ഓപ്പണിംഗ് ബാലൻസിൽ 2 lakh rupees ആണ് ശരിക്കും നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗിൽ അനുസരിച്ചുള്ളത്. അതിനെ നമ്മൾ കറന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2,40,000 rupees ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്യാഷ് ഒരു ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന ഒരു മോണിറ്ററി ഐറ്റം ആണ് അല്ലെ, മോണിറ്ററി ഐറ്റം ആണ്. അപ്പോൾ മോണിറ്ററി ഐറ്റമിൽ ഇവിടെ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടുമ്പോൾ നമുക്ക് ലോസ് സംഭവിക്കും. 2,40,000 നമുക്ക് ബാങ്കിൽ നിന്ന് തരുമോ? ഇല്ല, 2 lakh തന്നെ തരുള്ളൂ. സോ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് 2 lakh rupees, 2,40,000 ആയിക്കോട്ടെ, പക്ഷെ അവിടെ പർച്ചേസിംഗ് പവർ ലോസ് ആണ് 40,000. അതാണ് അതിന്റെ മീനിങ്. 40,000 നമുക്ക് കിട്ടില്ല, ബാങ്കിൽ പോകുമ്പോൾ 2 lakh മാത്രമേ തരൂ. Then receipts, 2 receipts ഉണ്ട്. June 1st January 15th. June 1st 1,05,000. അന്നത്തെ ഇൻഡെക്സ് 210 ആണ്. 240 കൺവേർട്ട് ചെയ്യണം. 1,05,000 into 240 divided by 210. Amount is 1,20,000. Then January 15 3,40,000 rupees ആണ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് അനുസരിച്ച്. So 240 divided by 230 ഇൻഡെക്സ് ചെയ്യുന്നു. സോ ടോട്ടൽ റെസീപ്റ്റ്സ് നോക്കാം. ടോട്ടൽ റെസീപ്റ്റ്സ് 6,50,000 rupees ആണ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൽ. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് പാറ്റേൺ ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ 7,20,000 ഉണ്ട്. ഇനി നമുക്ക് പേയ്മെന്റ്സ് ആണ് അടുത്തത്. പേയ്മെന്റ്സ് സെപ്റ്റംബർ 15
അതിന് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. സോ 2,40,000. നവംബർ 20th നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. നവംബർ 20th ഇൻഡെക്സ് ചെയ്യുമ്പോൾ നവംബർ 20th ഇൻഡെക്സ് 240 തന്നെയാണ്. സോ 240 ഡിവൈഡ് ബൈ 240. സോ ദാറ്റ് ഇസ് യെസ് okay 240 so 1,50,000. December 1st 2 lakh rupees adile nammal index cheyunu 240 divided by 225 index same ingane varum. So payments matram total 5,65,000. ipotte current value 6,03,333. ഇനി നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് അറിയണം. ദാറ്റ് ഈസ് റെസിപ്റ്റ്സ് മൈനസ് പേയ്മെന്റ്സ് ആണ്. റെസിപ്റ്റിൽ നിന്ന് മൈനസ് പേയ്മെന്റ് മൈനസ് ചെയ്താൽ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൽ 85,000 rupees ആണ് റെസിപ്റ്റ്സ് പ്രോഫിറ്റ് ഉള്ളത്. അതേസമയം കറണ്ട് വാല്യൂല് 1,16,667 rupees ആണ്. ഇവിടെ നമുക്ക് ഒരു കാൽക്കുലേഷൻ കൂടി ഉണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് അനുസരിച്ച് 85,000 rupees ആണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, കൂടുതൽ റെസിപ്റ്റ്സ് ഉള്ളത്. പക്ഷേ കറണ്ട് വാല്യൂല് 1,16,667 rupees ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുമോ ശരിക്കും? ഇല്ല. സോ ദർ ഈസ് എ ലോസ്. Due to the changes in prices, there has been a loss of rupees 31,667. 85,000 il ninnu 31,667 increase on the current value. That is 1,16,667 minus 85,000. There is the difference is 31,667. It is a loss. namukku kittilla. So there has been a loss of 31,667. സിമ്പിൾ പ്രോബ്ലം അല്ലേ? അതിന് ഇൻഡെക്സ് ചെയ്യുക, ഡിഫറൻസ് നോക്കുക, ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് നമുക്ക് നോക്കുക. അത് മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ. നെക്സ്റ്റ് പ്രോബ്ലം. എ കമ്പനി ഹാഡ് ദ ഫോളോയിങ് മോണിറ്ററി ഐറ്റംസ് ഓൺ January 1st. January 1st ആണ് കേട്ടോ. ഡെറ്റേഴ്സ് 41,000, ബിൽസ് റിസീവബിൾ 10,000, ക്യാഷ് 20,000, less bills payable 10,000, creditors 25,000, net monetary assets 36,000. net monetary assets നമ്മൾ എന്താണ് മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്? മോണിറ്ററി അസറ്റ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. മോണിറ്ററി അസറ്റ്സ് മീൻസ് മോണിറ്ററി assets minus monetary liabilities. That is net monetary assets ആണ്. That is 36,000. The transactions affecting monetary items during the ഈ monetary items affect ചെയ്യുന്ന ചില transactions ഉണ്ട്. അതിന്റെ adjustment നമുക്ക് നടത്താനുണ്ട്. First one, sales of rupees 1,40,000 made evenly throughout the year. Evenly throughout the year. Sales പല സമയങ്ങളിൽ സെയിൽസ് നടത്തിയിരുന്നു. ഒറ്റ ഒരു പെർട്ടിക്കുലർ ഒരു എന്താണ് ഡേറ്റിലല്ല, പല സമയങ്ങളിലായി നടത്തിയ സെയിൽസ് 1,40,000 rupees ആണെന്നാണ് മീനിങ്. Purchase of goods 1,05,000 made evenly during the year. Evenly during the ആവശ്യമുള്ളപ്പോഴൊക്കെ purchase ചെയ്തിട്ടുണ്ട്. Total amount is 1,05,000. Then operating expenses 35,000 were incurred evenly throughout the year. അതും evenly throughout the year operating expenses ആണ്. One machine was sold for 18,000 on July 1st. July 1st ഒരു മെഷീൻ വിറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് പൈസ കിട്ടുക അല്ലെ? 18,000 rupees റെസീപ്റ്റ്സ് ഉണ്ട്. one machine was purchased 25,000 on December 31st. നമ്മൾ purchase ചെയ്തു. സോ നമുക്ക് പേയ്മെന്റ് ആണ്. The general price index was as follows. January 1st 300 ആണ്. Average for the year 350 ആണ്. On July 1st 360. On December 31st 400. ഇവിടെ average for the year index കണ്ടോ? Average for the year index എന്തിനാണെന്നറിയോ? ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ, വർഷത്തിൽ പല സമയങ്ങളിലായി വാങ്ങിച്ച സെയിൽസോ അല്ലെങ്കിൽ വിറ്റിട്ടുള്ള സെയിൽസോ, അല്ലെങ്കിൽ പല സമയങ്ങളിലായി പർച്ചേസ് ചെയ്തിട്ടുള്ളതോ, അല്ലെങ്കിൽ പല സമയങ്ങളിലായി ഇൻകർ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഈ ആവറേജ് ഇൻഡെക്സ് എടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. കാരണം ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഇൻഡെക്സ് ഇല്ല. സോ ആവറേജ് പല ഡേറ്റ്സിലുള്ള ഇൻഡെക്സുകളുടെ ആവറേജ് ആണ് ആവറേജ് ഫോർ ദ ഇയർ 2,350. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിൽ നമ്മൾ ആവറേജ് ഇൻഡെക്സ് എടുത്തിട്ട് വേണം ചെയ്യാൻ. You are required to compute the general purchasing power, gain or loss for the year ended stated in terms of current year end rupee. നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് റെസിപ്റ്റ്സ് ആണ്. ഒന്ന് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് റെസിപ്റ്റ് ഉണ്ട്, പിന്നെ ഒരു മെഷീൻ സെയിൽ നടത്തിയിട്ടുണ്ട് അല്ലേ? one machine was sold for rupees 18,000. അതും റെസിപ്റ്റ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് പേയ്മെന്റ്സ് ആണ് അല്ലേ? So statement of general purchasing power, gain or loss ആണ്. ഇവിടെ 4 amount column ഉണ്ട് കണ്ടോ? First amount column historical amount, second one adjusted factor or that indexation, third one price level adjusted amount or the current value, last one is purchasing power, gain or loss. Gain or loss നോക്കുന്നതാണ്. മോണിറ്ററി ഐറ്റംസിലൊക്കെ ഗെയിൻ ഓർ ലോസ് ഉണ്ടല്ലോ, അതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സെപ്പറേറ്റ് ഒരു എമൗണ്ട് കോളം ശരിക്കും ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഈ നാലാമത്തെ കോളം കൂടി ശരിക്കും ആവശ്യമാണ്.
ആദ്യത്തേത് നെറ്റ് മോണിറ്ററി അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ബിഗിനിങ് ഓഫ് ദി ഇയറിൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് നെറ്റ് മോണിറ്ററി അസറ്റ്, അതായത് അവിടെ ഓൾറെഡി മോണിറ്ററി അസറ്റ്സിൽ നിന്ന് മോണിറ്ററി ലയബിലിറ്റീസ് എല്ലാം കുറച്ചിട്ടുള്ള നെറ്റ് റിസൾട്ട് 36,000 ആണ് അല്ലേ. ആ റിസൾട്ട് ജനുവരി 1 ജനുവരി 1 ഇൻഡെക്സ് എത്രയാണ്? 300 ആണ്. സോ 36,000 നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. 400ലേക്കാണ് നമുക്ക് എല്ലാ വാല്യൂസിനും ഇൻഡെക്സ് ചെയ്യേണ്ടത്. സോ 400 ഡിവൈഡഡ് ബൈ 300 ഇൻഡെക്സ് ചെയ്യുമ്പോൾ 48,000, അതായത് 36,000 ഇപ്പോൾ 48,000 ആയി. പക്ഷെ നമുക്ക് കിട്ടില്ല, അവിടെ ലോസ് ആണ്, പർച്ചേസിങ് പവർ ലോസ് ആണ്. പക്ഷെ നമ്മൾ ടോട്ടൽ പർച്ചേസിങ് പവർ ലോസോ ഗെയിനോ മാത്രമേ നമ്മൾ എഴുതിയാലും മതി. ഓരോ ഐറ്റമിന്റെ പർച്ചേസിങ് പവർ ലോസോ ഗെയിൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. Then increase in net monetary asset. In the net monetary asset increase സംഭവിച്ച കുറേ ഐറ്റംസ് പറയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട റെസീപ്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് സെയിൽസും സെയിൽ ഓഫ് എ മെഷീനും. സെയിൽസ് 1,40,000 rupees ആണ്. ആ പെർട്ടിക്കുലർ ഡേറ്റിൽ, അതായത് സെയിൽസ് നടന്നിരിക്കുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. സോ ആവറേജ് ഇൻഡെക്സ് എടുത്തിട്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. 400 ഡിവൈഡ് ബൈ 350 1,60,000. ദെൻ സെയിൽ ഓഫ് മെഷീൻ 18,000, അതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ഡേറ്റിലാണ് അല്ലേ സെയിൽ നടത്തിയിരിക്കുന്നത്. സോ 400 ഡിവൈഡ് ബൈ 360 20,000. ദെൻ ടോട്ടൽ റെസീപ്റ്റ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തപ്പോൾ 1,94,000 rupees ഉണ്ട്. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൽ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് 2,28,000 ഉണ്ട്. പക്ഷെ നമുക്കത് കിട്ടുമോ? ആ ഇൻക്രീസ്, ആ ഒരു 34,000 ഇൻക്രീസ് നമുക്ക് കിട്ടില്ലല്ലോ അല്ലേ. മോണിറ്ററി അസറ്റ്സിൽ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? പർച്ചേസിംഗ് പവർ ലോസ്. 1,94,000 ഉണ്ട്, 2,28,000 കിട്ടില്ല. സോ ആ എക്സ്ട്രാ 34,000 ഇൻക്രീസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് പർച്ചേസിംഗ് പവർ ലോസ്. ദെൻ ഡിക്രീസ് ഇൻ മോണിറ്ററി അസറ്റ്സ് മീൻ മോണിറ്ററി അസറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് വെച്ചാൽ പേയ്മെന്റ്സ് ആണ് അല്ലേ. പേയ്മെന്റ്സ് നമുക്ക് പർച്ചേസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, പർച്ചേസ് ഓഫ് മെഷീൻ ഉണ്ട്. ഓരോ ഡേറ്റിലെയും അതാത് ഇൻഡെക്സ് അനുസരിച്ചും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അതുപോലെ പർച്ചേസ് എല്ലാം ഈവൻലി ത്രൂ ഔട്ട് ദി ഇയർ ആണ്. സോ ആവറേജ് ഇൻഡെക്സ് വെച്ച് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്തപ്പോൾ 1,65,000 rupees ആണ് ഹിസ്റ്റോറിക്കൽ എമൗണ്ട്. പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് 1,85,000. സോ ഒരു 20,000 rupees എക്സസ് ആണ്. പക്ഷേ നോക്കിയേ, പേയ്മെന്റ്സ് ആണ് അല്ലേ. 1,65,000 ആണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. ഇൻഡെക്സ് ചെയ്തപ്പോൾ 1,85,000 ആയി. പക്ഷേ മോണിറ്ററി ലയബിലിറ്റീസ് അല്ലേ ഇത്, അതായത് ഇത് നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, 20,000 rupees എന്താണ് അപ്പോൾ? ഗെയിൻ ആണ്. ദാറ്റ് മീൻസ് ഒരു മോണിറ്ററി ലയബിലിറ്റിയുടെ സമയത്ത് ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടുമ്പോൾ ഗെയിൻ there is a purchasing power gain, that is purchasing power gain of 20,000. സോ ഫസ്റ്റ് എമൗണ്ട് 34,000 ലോസും രണ്ടാമത്തെ എമൗണ്ട് 20,000 ഗെയിനും ആണ്. സോ there is a net purchasing power ലോസ് എത്രയാണ്? 14,000 rupees ആണ്. 14,000. ഇത്രയും വരെ ചെയ്താലും മതി. കുറച്ചുകൂടി സൊല്യൂഷനിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഞാൻ പറയുകയാണ് എന്താണെന്നുള്ളത്. അതായത് നെറ്റ് മോണിറ്ററി അസറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് ഓഫ് നെറ്റ് മോണിറ്ററി അസറ്റ് 2,28,000. പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ടിൽ 2,28,000. ടോട്ടൽ റെസീപ്റ്റ്സ് 2,28,000 ആണ്. ടോട്ടൽ പേയ്മെന്റ്സ് 1,85,000 ആണ്. ഡിഫറൻസ് പറയുന്നത് 43,000. പ്രൈസ് തേർഡ് കോളത്തിൽ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട്, ടോട്ടൽ റെസീപ്റ്റ്സ് 2,28,000, ടോട്ടൽ പേയ്മെന്റ്സ് 1,85,000. ഡിഫറൻസ് ഈസ് 43,000. ഈ 43,000ൽ ഈ പർച്ചേസിംഗ് പവർ, അതായത് ഈ CPPA മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോഴുള്ള മോണിറ്ററി അസറ്റ്സിന്റെ പർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ് ആയിട്ടുള്ള, ഇവിടെ ഉള്ളത് പർച്ചേസിംഗ് പവർ ലോസ് ആണ് 14,000. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 29,000. 29,000 മീൻസ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് അനുസരിച്ച് റെസീപ്റ്റ്സിൽ നിന്ന് പേയ്മെന്റ്സ് മൈനസ് ചെയ്താൽ 29,000 കിട്ടും. ഓക്കെ, സോ ആ 29,000ന്റെ കൂടെ ഒരു എന്താണ് എക്സ്ട്രാ ഒരു 14,000 അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിക്കും പുതിയ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പാറ്റേൺ നമ്മൾ എന്താണ് ചെയ്തപ്പോൾ കിട്ടിയത്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 29,000 ആണ് നെറ്റ് മോണിറ്ററി അസറ്റ്സ്. അതേസമയം പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് ആവുമ്പോൾ 43,000. ആ 43,000ൽ പർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ് ആയ 14,000 അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 29,000 ആണ്. This is the second problem. Illustration number 3. Ascertain net monetary result as at 31st March 2019 from the data given below. Cash at bank, ഇവിടെ രണ്ട് പെർട്ടിക്കുലർ ഡേറ്റ്, ഓപ്പണിംഗ് ബാലൻസും അതേപോലെ എന്താണ് ക്ലോസിംഗ് ബാലൻസും തന്നിരിക്കുന്നത്. സോ ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. അക്കൗണ്ട്സ് പേയബിൾ, ഓപ്പണിംഗ് ക്ലോസിംഗ്, അക്കൗണ്ട്സ് പേയബിൾ.
ഓരോ ഡേറ്റിലും ജനറൽ പ്രൈസ് ഇൻഡെക്സും ഒരു വർഷത്തെ 2018-19 ആവറേജും തന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ പീരീഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ആവറേജ് ഇൻഡെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 4 എമൗണ്ട് കോളം, ഹിസ്റ്റോറിക്കൽ എമൗണ്ട്, അഡ്ജസ്റ്റഡ് ഫാക്ടർ, പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട്, പർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ്. ഫസ്റ്റ് വൺ മോണിറ്ററി അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് പീരീഡിൽ മോണിറ്ററി അസറ്റ്സ് രണ്ടെണ്ണം ഉള്ളത്, ക്യാഷ് അറ്റ് ബാങ്കും അക്കൗണ്ട്സ് റിസീവബിളും. സോ ക്യാഷ് അറ്റ് ബാങ്കിനെ നമുക്ക് ഇൻഡെക്സ് ചെയ്യണം. ഓപ്പണിംഗ് പീരീഡ് ആയതുകൊണ്ട് 125ലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 31st മാർച്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്യുമ്പോൾ 15,000 into 125/100. 120/100 എന്താ? വാട്ട്സ് ഏപ്രിൽ 2019 ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ചെയ്യുമ്പോൾ 18,750. അക്കൗണ്ട്സ് റിസീവബിൾ അങ്ങനെ ഇൻഡെക്സ് ചെയ്തു. ഇനി നമുക്ക് ഇൻഡെക്സ് ചെയ്യാന്ന് പറയുന്നത് ഈ 15,000 ക്യാഷ് അറ്റ് ബാങ്ക് 15,000 എത്ര ഇൻക്രീസ് ചെയ്തു? 6,000 ഇൻക്രീസ് ചെയ്തു ക്ലോസിംഗ്. ആ എന്താണ് ഡിഫറൻസ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇൻക്രീസ് ആയതുകൊണ്ട് ആഡ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ലെസ് ഡിക്രീസ് ചെയ്തേനെ. ഇവിടെ ക്യാഷ് അറ്റ് ബാങ്കിൽ ഇൻക്രീസ് ആണ്, സോ 6,000. അക്കൗണ്ട് റിസീവബിൾ ഇൻക്രീസ് ആണ്, സോ 9,000. അത് എടുക്കുന്നു, അതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. ഇൻഡെക്സ് ചെയ്യുമ്പോൾ 1st April 2018 നിന്ന് 31st March 2019 ത്രൂ ഔട്ട് ദ പീരീഡ് ആണ്. സോ അതിനെ ഇൻഡെക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആവറേജ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 120 വെച്ച് ചെയ്യുന്നു, ഇൻഡെക്സ് ചെയ്യുന്നു. ടോട്ടൽ എല്ലാ റെസീപ്റ്റ്സും നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തപ്പോൾ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൽ 75,000ഉം പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് 90,625 ആണ്. പക്ഷെ കൂടിയ എമൗണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ദർ ഇസ് എ പർച്ചേസിംഗ് പവർ ലോസ് 15,625. അതേപോലെ മോണിറ്ററി ലയബിലിറ്റി ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 75,000. അക്കൗണ്ട്സ് പേബിൾ മാത്രമാണ് ഇവിടെ പേയ്മെന്റ് സൈഡിൽ വരുന്നത്. സോ മോണിറ്ററി ലയബിലിറ്റി 75,000. ദെൻ അതിന് 75,000 50,000ലേക്ക് ഡിക്രീസ് ആണ്. സോ 25,000 ഡിക്രീസ് ആണ്. സോ ലെസ് decrease in accounts payable. അതിനെ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ മുഴുവനായി നടന്ന കാര്യമാണ്. സോ 120 കൊണ്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത് 125ലേക്ക്. അത് ഇൻഡെക്സ് ചെയ്യുന്നു. ടോട്ടൽ ലയബിലിറ്റീസ്, മോണിറ്ററി ലയബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുന്നു. 50,000 rupees ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിലും അഡ്ജസ്റ്റഡ് പ്രൈസ് ലെവൽ ചേഞ്ചസ് അനുസരിച്ച് 67,782 ആണ്. ദാറ്റ് മീൻസ് 17,708 ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്കത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല, നമുക്ക് 50,000 തന്നെ കൊടുത്താൽ മതി. സോ ദർ ഇസ് എ പർച്ചേസിംഗ് പവർ ഗെയിൻ. Purchasing power gain 17,708. So net purchasing power gain is equal to 2,083. Gain 2,083. This is the next illustration. Simple problems are right. Illustration number 4. In the context of inflation accounting system, adjust the following statement of profit and loss and balance sheet under the current purchasing power CPP method. Okay, that's the current purchasing power method to ascertain the changes in net profit and reserve. Statement of profit and loss and say sales, opening stock, purchase, closing stock, gross profit, depreciation, administration expense എല്ലാം ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ലാൻഡ്, ബിൽഡിംഗ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് എല്ലാം ബാലൻസ് ഷീറ്റും ഉണ്ട്. Following data are given. Closing stock was acquired during last quarter of 2018. Last quarter 2018 opening stock during the last quarter of 2017. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡെക്സേഷന് വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ ഡേറ്റ്സ് എല്ലാം പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് were acquired and the capital issue during 2010. Land and building acquire ചെയ്തു, capital issue 2010 The building and they are depreciated straight line over 40 years. Building depreciate ചെയ്യുന്നത് straight line method ആണ്. 40 years ആണ് അതിന്റെ ലൈഫ് സ്പാൻ. The relevant retail price indexes ഓരോ ഇൻഡെക്സ് വന്നിട്ടുണ്ട് കണ്ടോ. 2010 ആവറേജ് ഉണ്ട്, 2017 ലാസ്റ്റ് ക്വാർട്ടർ ആവറേജ്, 2017 ഡിസംബർ 31st 18 ആവറേജ്, 18 ഡിസംബർ 31st അങ്ങനെ ഓരോ തന്നിട്ടുണ്ട്. പെർട്ടിക്കുലർ ആയിട്ട് ഏതാണ് സ്പെസിഫിക് ഡേറ്റ് അത് എടുക്കാം. Then sales, purchase, administration expenses are assumed to occur evenly over the year. Evenly over the year എന്ന് പറയുമ്പോൾ നമ്മൾ ആവറേജ് ഇൻഡെക്സ് ആണ് എപ്പോഴും എടുക്കേണ്ടത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അണ്ടർ ദ കറന്റ് പർച്ചേസിംഗ് പവർ. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റിന്റെ അഡ്ജസ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആദ്യം സെയിൽസ് എഴുതി. സെയിൽസ് ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ ആണ്. സോ 2018 ആവറേജ് എടുത്തിട്ടാണ് 18 ആവറേജിലേക്കാണ് നമുക്ക് 2018ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 2018 ആവറേജ് എടുത്താണ് സെയിൽസിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 500 into 118 divided by 114 ഇൻഡെക്സ് ചെയ്തു. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻഡെക്സ് ചെയ്തു. ദാറ്റ് ഈസ് 118 divided by 108. 108 എന്ന് വെച്ചാൽ 2017 ലാസ്റ്റ് ക്വാർട്ടർ ആവറേജ് ആണ് എടുത്തിരിക്കുന്നത്. ദെൻ പർച്ചേസസ്. ദെൻ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ പർച്ചേസും ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ആഡ് ചെയ്ത് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ലെസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും.
സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. എല്ലാത്തിനും നമ്മൾ ഇൻഡെക്സ് ചെയ്ത് ഇൻഡെക്സ് വരുന്നു. ഇൻഡെക്സ് ചെയ്യാത്ത ഗ്രോസ് പ്രോഫിറ്റ് എല്ലാം നമ്മൾ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ടിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചാണ് പോകുന്നത്. അതായത് സെയിൽസ് 517.54 നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് 450.94 ലെസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് 66.60 കിട്ടും. ദെൻ ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 ആണെന്ന്, അതായത് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഈവൻ അത് 40 ഇയേഴ്സ് ലൈഫ് സ്പാൻ ആണെങ്കിൽ മെഷീന്റെ വാല്യൂ 200 ആണ്. 200 ഡിവൈഡ് ബൈ 40, ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ ചാർജ് 5 ആണ്. അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 ആണെന്ന്. സോ 5ന് ഇൻഡെക്സ് ചെയ്യുക. ഇൻഡെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2010 ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. 118 ഡിവൈഡ് ബൈ 60, അതാണ് നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് 60 ആണ്. സോ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉണ്ട്, അതിനെ നമ്മൾ 118/114 ആണ്. കാരണം അതും ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ അസംഷൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻഡെക്സ് ചെയ്യുക. ടോട്ടൽ എക്സ്പെൻസസ്, ദെൻ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസസ് ലെസ് ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ദെൻ നേരെ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ ആദ്യം നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഷെയർ ക്യാപിറ്റൽ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് പറയാം. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് അനുസരിച്ച് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ 200 തന്നിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സ്, റിസർവ്സ് 200 നമുക്ക് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് 35 നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് 435 ആണ്. അസറ്റ് സൈഡിൽ ലാൻഡ് 140 ആണ്. ബിൽഡിംഗ് 200. ഇപ്പോൾ ഇതുവരെ 9 ഇയേഴ്സിന്റെ ഡിപ്രിസിയേഷൻ, അതായത് വാങ്ങിക്കുന്ന സമയത്ത് 200 ആണ് ഇതിന്റെ എമൗണ്ട്. സോ ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ മുഴുവൻ ലെസ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഫോർ 9 ഇയേഴ്സ്, ഒരു വർഷം 5 ആണ്. സോ 9 വർഷത്തെ 45 രൂപ നമ്മൾ ലെസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് 155 ആണ്. സോ ബിൽഡിങ്ങിന്റെ എമൗണ്ട്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ആൻഡ് ക്യാഷ്, ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. 200 ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഇൻഡെക്സ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഷെയർ ക്യാപിറ്റൽ the land and building, second point in other information, second point, the land and building were acquired and the capital issued during 2010. land and building acquire ചെയ്തു, capital issued എന്താണ് 2010 ലാണ്. സോ 2010 ഇൻഡെക്സ് വെച്ച് നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇൻഡെക്സ് ചെയ്യുന്നു. 200 into 118/60 ഇൻഡെക്സ് ചെയ്തു. റിസർവ് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ നമുക്ക് അറിയില്ല, അതിന്റെ ആവറേജ് നമുക്ക് അറിയില്ല ഇൻഡെക്സ് ചെയ്യാൻ. ഓക്കെ, സോ അത് നമുക്ക് എഴുതാൻ പറ്റില്ല. ക്രെഡിറ്റേഴ്സ് ഒരു മോണിറ്ററി ലയബിലിറ്റി ആണ് അല്ലെ. ക്രെഡിറ്റേഴ്സ് ഒരു മോണിറ്ററി ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദിസ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ ദ കറന്റ് പർച്ചേസിംഗ് പവർ മെത്തേഡിൽ ഇതിന്റെ പർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് 35 മാറ്റം വരുമോ? ഇല്ല. ഒരു മോണിറ്ററി അസറ്റ്സിനോ ഒരു മോണിറ്ററി ലയബിലിറ്റീസിനോ ബാലൻസ് ഷീറ്റിലെ വാല്യൂ വരുമ്പോൾ മാറ്റമില്ല. കാരണം അത് ഒരു കോൺട്രാക്ട് ബേസിസിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ 35 റുപ്പീസ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യമില്ല, 35 തന്നെയാണ്. പക്ഷേ നമുക്ക് റിസർവിന്റെ എമൗണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. സോ അവിടെ നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ ടോട്ടലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. നേരെ അവിടെ കുറച്ച് സ്പേസ് വിടാം. ദെൻ അസറ്റ്സിൽ ലാൻഡ് എന്നാ വാങ്ങിയത് 2010 സോ 140 ഇൻഡെക്സ് ചെയ്യുക, 118/60 ഇൻഡെക്സ് ചെയ്തു. ദെൻ ബിൽഡിംഗ് 155 ആണ്. അതിനെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അക്വയർ ചെയ്തിരിക്കുന്നത് 2010 സോ 118/60 അതിനെ ഇൻഡെക്സ് ചെയ്തു. സ്റ്റോക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ 2018 ലാസ്റ്റ് ക്വാർട്ടർ ആവറേജ് വെച്ച് അതിന് ഇൻഡെക്സ് ചെയ്തു. ദാറ്റ് ഈസ് 71.21. ഡെറ്റേഴ്സും ക്യാഷും മോണിറ്ററി അസറ്റ് ആണ്. മോണിറ്ററി അസറ്റിലുള്ള പർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ് നമ്മൾ ഓൾറെഡി വേറെ സ്റ്റേറ്റ്മെന്റിലാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്, ബാലൻസ് ഷീറ്റിലല്ല. സോ എമൗണ്ടിന് യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം അത് കോൺട്രാക്ട് അനുസരിച്ച് ആ എമൗണ്ടിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് സെയിം എമൗണ്ട് തന്നെ നമ്മൾ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് കോളത്തിലേക്ക് 40യും 30യും എടുത്ത് എഴുതുന്നു. അസറ്റ് കോളം മുഴുവൻ ടോട്ടൽ ചെയ്താൽ 721.37 കിട്ടും. ഇത് തന്നെയാണല്ലോ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ ടോട്ടലും. സോ 721.37 നമ്മൾ എന്ത് ചെയ്യുക, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ ടോട്ടലായിട്ട് എഴുതി റിസർവിനെ നമ്മൾ ബാലൻസിങ് ഫിഗർ ആയ 293.04 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം.
സോ ഇതാണ് 4 ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഓരോ ഡിഫറെൻറ്റ് പ്രോബ്ലവും ഓരോ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നന്നായി നോക്കുക. ഒന്നുമില്ല, ഓരോ വാല്യൂസും നമ്മൾ കറണ്ട് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഓൺ ദ ബേസിസ് ഓഫ് എൻ ഇൻഡെക്സ്. That is the general price index published by the RBI. കൂടാതെ മോണിറ്ററി ഐറ്റംസ് ആയ മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ക്യാഷ്, ബാങ്ക് ബാലൻസ് എല്ലാം അതിലുള്ള പർച്ചേസിങ് പവർ ഗെയിൻ ഓർ ലോസ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. അവിടെ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രോബ്ലത്തിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് പെർ ദ കോൺട്രാക്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ചിരിക്കുന്നത് ഒരു മാറ്റവുമില്ല. ബാക്കിയുള്ളത് മാത്രം ഇൻഡെക്സ് ചെയ്യുക. ഇവിടെ ഒരു റിസർവിന്റെ ബാലൻസിങ് ഫിഗർ എങ്ങനെയാണെന്ന് കൂടി ഒരു വ്യത്യാസമുള്ള ഒരു പ്രോബ്ലം ആണെന്ന് മാത്രമേ ഉള്ളൂ. So this is inflation accounting's one of the approaches, that is current purchasing power accounting method. Next method next video il kaanam. Thank you.